അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ള അവരോട് ചർച്ച ചെയ്തൂടെ? ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിലാണ് അവർക്ക് എതിർപ്പ്. അതാണ് ജനാധിപത്യപരമല്ലാത്ത രീതി. അല്ല, അങ്ങനെ ഒരു ഇത് അല്ലല്ലോ. കാരണം അവർ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നു. ലീഗ് എന്ത് ചെയ്യണു എന്നുള്ളത് ലീഗിനെ ആലോചിച്ച് തീരുമാനിക്കും. കാരണം പക്ഷേ ലീഗ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അല്ലേ? ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അതായത് ന്യായമാണ്, അത് ചർച്ച നടത്തണം. എത്രയോ കാലമായിട്ട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതാണ് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധം. അതായത് പിന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. കോടതി വിധിയാന്ന് പറഞ്ഞു. കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. ഇതിപ്പോൾ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്നു, ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. സമുദായ സംഘടനകൾക്കോ സമാനമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചർച്ച നേരത്തെ നടത്തണമായിരുന്നു, കൂടിയാലോചന ഉണ്ടാകുമായിരുന്നു, എനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളിൽ പരിഗണിക്കാത്ത രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുള്ള വിഷയങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നൊരു അഭിപ്രായം ഉണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷയവും ഏകപക്ഷീയമാവാൻ പാടില്ല. അപ്പോൾ ഇന്നാൾ പിന്നെ ഇതുണ്ടായല്ലോ, പിന്നെ കായിക എക്സർസൈസ് വിവാദം, സൂമ്പ, അതെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ ആളുകൾക്ക് ബോധ്യമാവും. ആശങ്കകൾ എന്താണ് അവരുന്നയിക്കുന്ന വിഷയം എന്ന് കേട്ടാൽ എന്തിനാ ഏകപക്ഷീയമായ നടപടികൾ? വിദ്യാഭ്യാസ രംഗം വളരെ സെൻസിറ്റീവാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതിലും ചെറിയ വിഷയങ്ങൾക്ക് എന്തോരം സമരമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ആ കാലത്തൊക്കെ വൻ സമരങ്ങൾ, അടിച്ചു തകർക്കൽ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്തരത്തിൽ അടിച്ചു തകർക്കലിന് ഒന്നും പോകുന്നില്ല. ജനാധിപത്യപരമായ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ തടവറയിലാകുന്നത് അക്കാഡമിക് ഫ്രീഡമാണ്. ഇവർ UDF ആണ് ഭരിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പോസ്റ്റ് ഒഴിഞ്ഞു കൊടുക്കില്ല. മാത്രമല്ല അക്കാഡമിക് ഫ്രീഡം ഇങ്ങനെ തടവറയിലാവില്ല. വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ താഴോട്ട് പോവില്ല. 2001 ആൻ്റണി ഗവൺമെൻറ് കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസം, അതായത് ഇവിടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പിന്നെ പരിഷ്കാരം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താ? ഇവർ പറഞ്ഞിരുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല എന്നാണ്. എന്തുമാത്രം നിക്ഷേപം കേരളത്തിൽ വന്നു! എത്ര എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജുകളും വന്നു. എല്ലാ കുട്ടികളും കർണാടകയിലേക്കും അവിടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുകയില്ല. അത് സ്റ്റോപ്പ് ചെയ്യിച്ചത് UDF ആണ്. അതേപോലെ UDFന് ഇനിയും ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട്. ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. UDF ഇന്നലെ ചർച്ച, എല്ലാ വിഷയങ്ങൾക്കും ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും. മലയോര പ്രശ്നം, തീരദേശ പ്രശ്നം, വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുള്ള ഈ അരക്ഷിതാവസ്ഥ, ആരോഗ്യ രംഗത്ത് പരിഷ്കാരങ്ങൾ, എന്തിനധികം സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള മാർഗം വരെയുണ്ട്. ഇവരെ കൊണ്ട് കഴിയേറ്റാണ്. ഞങ്ങളതിനൊക്കെ വേണ്ടിയുള്ള ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും. അതൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഗവൺമെൻറ് അല്ലേ ചർച്ച നടത്തുന്നത്. ഗവൺമെൻറ് വിളിച്ചാൽ മതിയല്ലോ. അതിനിപ്പോൾ എന്തിനാ ഞങ്ങൾ മധ്യസ്ഥ? ഗവൺമെൻറ് വിളിച്ചാൽ മതി. ഗവൺമെൻറ് വിളിച്ചാൽ അവർ ചർച്ചയ്ക്ക് പോകുമല്ലോ. ചർച്ച ചെയ്യട്ടെ.